KSRTC ബസിന് മുന്നിൽ കുപ്പിവെള്ളം സൂക്ഷിച്ച സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ നടപടി. പൊൻകുന്നം യൂണിറ്റിലെ ഡ്രൈവർ സജീവ് കേസിന് തൃശൂർ യൂണിറ്റിലേക്ക് സ്ഥലം മാറ്റി. കുപ്പിവെള്ളം കൂട്ടിയിട്ടതിന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ വാഹനം തടഞ്ഞ് ശകാരിച്ചിരുന്നു. റിനു ശ്രീധറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. റിനു, ഇപ്പോൾ ഈ ഡ്രൈവർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ പറയൂ. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം കോട്ടയം സൂപ്പർഫാസ്റ്റ് ബസ് ആയൂരിൽ വെച്ച് മന്ത്രി ഗണേഷ് കുമാർ, ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയാണ്, അദ്ദേഹം തടഞ്ഞു നിർത്തുകയും ഈ ബസ്സിന് മുന്നിലായി പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ടിരിക്കുന്നു, അതിന് ഡ്രൈവറെയും കണ്ടക്ടറെയും വലിയ രീതിയിൽ ശകാരിക്കുകയും ചെയ്തിരുന്നു. ഇത് ഒരു തരത്തിൽ അനുകൂലിക്കുന്നവരും അതുപോലെ തന്നെ മന്ത്രിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ച് യൂണിയൻ നേതാക്കളടക്കം രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതേപക്ഷം മന്ത്രിയെ അനുകൂലിക്കുന്നവരും രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മന്ത്രിയുടെ വാദം എന്ന് പറയുന്നത് നേരത്തെ തന്നെ KSRTC MD ഇത് സംബന്ധിച്ച് ചില കത്തുകൾ നൽകിയിരുന്നു ബസ് സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ വയലേഷൻ ആണെന്നാണ് മന്ത്രി പറയുന്നത്. ഈ ഡ്രൈവറെ കൃത്യമായി ശകാരിക്കുകയും ചെയ്തു. ഡ്രൈവർ നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര് ലഭ്യമാണ്. അദ്ദേഹത്തെ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നു എന്നുള്ള ഒരു വിവരം കൂടി ലഭ്യമാണ്. പൊൻകുന്നം യൂണിറ്റിലെ ഡ്രൈവർ സജീവ് KSനെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. തൃശൂർ യൂണിറ്റിലേക്ക് ഇപ്പോൾ സ്ഥലം മാറ്റി ഉത്തരവ് നൽകുകയും ചെയ്തു. ആ ഉത്തരവിൻ്റെ പകർപ്പും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. MD ഇത്തരത്തിൽ കത്ത് നൽകി നിർദ്ദേശിച്ചെങ്കിലും പൊതുനിരത്തിൽ ഒരു ഡ്രൈവറെ ഇറക്കി നിർത്തി ശകാരിക്കുന്ന സാഹചര്യം, അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട് എന്നടക്കമുള്ള വാദം യൂണിയൻ നേതാക്കൾ അടക്കം മുന്നോട്ട് വെക്കുകയും മന്ത്രിക്കെതിരെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. മന്ത്രി ബസിന്റെ മുൻഭാഗത്ത് വെള്ളം സൂക്ഷിച്ചതിന് നേരത്തെ തന്നെ മന്ത്രി ഗണേഷ് കുമാർ ഡ്രൈവറെ ശകാരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.